ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം കണ്ടെത്തി. പോലീസ് നടത്തിയ തിരച്ചിലാണ് സ്വർണം കണ്ടെത്തിയത്. ബോംബ് സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എവിടെ വെച്ചാണ് സ്വർണം കണ്ടെത്തിയത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതായ സ്വർണം ഇപ്പോൾ തിരികെ കിട്ടി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ക്ഷേത്ര പരിസരത്തെ മണൽപ്പരപ്പിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുപാടുള്ള പ്രദേശത്തിനുള്ളിൽ നിന്ന് തന്നെ ഇത്രയും വലിയ അളവിലുള്ള സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 13.5 പവൻ സ്വർണം കണക്കിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്നലെ പരാതിയുണ്ടായിരുന്നു. ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതൊരു മോഷണമാണെന്ന് ആദ്യഘട്ടത്തിൽ പറയാനാകില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ബോംബ് സ്ക്വാഡ് പോലീസും ചേർന്ന് സംയുക്തമായി ശക്തമായ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് സ്വർണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്ട്രോങ് റൂമിലുള്ള സ്വർണം മണലിൽ എങ്ങനെ വന്നു എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതിനൊരു അസ്വാഭാവികതയുണ്ട്. ഇത് ആരെങ്കിലും എടുത്തിട്ടതാകാം എന്ന് തന്നെയാണ് കൃത്യമായ നിഗമനം. എന്നാൽ ഇത് എന്തിനു വേണ്ടി എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ഏതായാലും ക്ഷേത്രത്തിനുള്ളിലെ ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായാണോ, അല്ലെങ്കിൽ മോഷണം നടത്തിയ ശേഷം അത് പുറത്ത് അറിയും, അല്ലെങ്കിൽ ഇത് പോലീസ് കണ്ടെത്തുമെന്നുള്ള സംശയത്തിലോ ഭയത്തിലോ തുടർന്ന് അത് ഉപേക്ഷിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഏതായാലും കൃത്യമായി ഇതിനൊരു ഉത്തരം ഇപ്പോൾ ലഭിക്കില്ല. ഏതായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ട് കാര്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും വളരെ വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഫോർട്ട് പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് കൃത്യമായ പരിശോധന നടത്തി വന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ സ്വർണം വളരെ വേഗത്തിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ ഇത് മോഷണമാണോ നടക്കുമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വരുത്തി ഉറപ്പുവരുത്താനോ സാധിക്കുമെന്ന് നേരത്തെ പോലീസ് സൂചിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി നടന്ന തിരച്ചിലിലാണ് ഇപ്പോൾ സ്വർണം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും സ്വർണം പൂർണ്ണമായി ലഭിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരികയാണ്. കൃത്യമായ ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാനുണ്ട്. വിഷ്ണു, സ്ട്രോങ് റൂമിലെ സ്വർണം മണലിൽ വന്നത് എങ്ങനെയെന്നാണ് ഇനി അന്വേഷിക്കാനുള്ളത്, ദുരൂഹത കണ്ടെത്താനുള്ളത്. CCTV അടക്കമുള്ളവ പരിശോധിച്ചായിരിക്കും പോലീസ് അന്വേഷണം നടത്തുക, അല്ലേ? അതിനകത്ത് തീർച്ചയായും കഴിഞ്ഞ ദിവസവും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തി വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ തന്നെ പോലീസിന് ഏകദേശം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. അത് കൃത്യമായി പറയാനാകണമെങ്കിൽ ഇനി കൂടുതൽ അന്വേഷണം നടക്കണമെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കൃത്യമായ ഒരു അന്വേഷണം ഇപ്പോൾ നടന്നതിന് പിന്നാലെയാണ് ഈ സ്വർണം കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യത്തിൽ പോലീസ് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായി അറിയിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി വിഷ്ണു, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതായ സ്വർണം തിരികെ കിട്ടി. ക്ഷേത്ര പരിസരത്തെ മണൽപ്പരപ്പിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. ബോംബ് സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. സ്ട്രോങ് റൂമിലെ സ്വർണം മണലിൽ വന്നത് എങ്ങനെയെന്നാണ് ഇനി പോലീസ് അന്വേഷിക്കുന്നത്.